ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്റ്റാറ്റിക്കായ ഷോട്ടുകൾ സിനിമ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചില ഷോട്ടുകളൊക്കെ കുറച്ചധികം നേരം രാഹുൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സബ് കോൺഷ്യസ് ആയിട്ട് നമ്മളോട് ചില സ്ഥലങ്ങൾ ഒന്ന് നോക്കി വെച്ചോളാൻ പറയുന്നത് പോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. ഈ സിനിമയിൽ രോഹന്റെ വീടായിട്ട് കാണിക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കുറച്ചുകൂടെ സാധാരണ രീതിയിലാണ് വിഷ്വലി ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. രോഹൻ എന്ന കഥാപാത്രത്തിന്റെ ആർക്കിടെക്ചറൽ പശ്ചാത്തലത്തെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ വീടിനെ ഹൊററിന്റെ ഒരു സ്റ്റേജ് ആക്കിയിട്ട് രാഹുൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള വൈറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ, അതിലെ ലക്ഷറി ആമിനിറ്റീസ്, വിൻഡോകൾ, പിന്നെ ആ വീട്ടിലെ വലിയ ഓപ്പൺ സ്പേസുകൾ, ഇതൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഹൊറർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ പ്രേതത്തിന്റെ സാന്നിധ്യം കാണിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. പേടിപ്പിക്കാൻ എഴുതുന്ന ഘട്ടത്തിൽ തന്നെ ഇമോഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ പ്രോസ്തറ്റിക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഓഡിയൻസിനെ കഷ്ടപ്പെട്ട് പേടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന്.